ഡോക്ടർ ടിഷ, വെൽക്കം ടു 3 Minute ഹോം ടിപ്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രക്തശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ആഹാര രീതി എന്തൊക്കെ ആഹാരങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നതും ബീട്രൂട്ട് ആണ്. ബീട്രൂട്ടിലെ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷനും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ബീട്രൂട്ട് എന്ന് പറയുന്നത്. സോ ഈ ബീട്രൂട്ട് നിങ്ങൾ എങ്ങനെ കഴിക്കാമെന്ന് ചോദിച്ചാൽ, ബീട്രൂട്ട് എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഒരല്പം, അപ്പോൾ ഒരു ബീട്രൂട്ട് അതുപോലെ തന്നെ ഒരു മാതള അറിയാലോ, പോംഗ്രാനൈറ്റ്, ഇവ ആ ഒരു രീതിയിൽ 1:1 എന്ന രീതിയിൽ നിങ്ങൾക്ക് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ കുടിക്കാം, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. കാര്യം ഈ ഒരു വെളുത്തുള്ളിയിലെ ആലിസിൻ ഇതുപോലെ ബ്ലഡ് പ്യൂരിഫിക്കേഷന്, രക്തശുദ്ധീകരണത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വെളുത്തുള്ളി നിങ്ങൾക്ക് എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ കഴിക്കുമ്പോൾ ഡയറ്റിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവ രണ്ടും നല്ലതാണ്. സോ ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ആഹാരം പാകം ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ഇളനീരാണ്. ടെൻഡർ കോക്കനട്ട് ആണ്. ടെൻഡർ കോക്കനട്ട് വാട്ടർ ആയാലും അതായാലും നിങ്ങൾക്ക് കഴിക്കാം. എന്താണെന്ന് വെച്ചാൽ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ആയിട്ട് സമ്പുഷ്ടമാണ് ഈ ഒരു ഇളനീരെന്ന് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് രോഗങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഇവിടെയും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇളനീര് കിട്ടുമ്പോൾ ഒക്കെ നിങ്ങൾ അത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം അതിൽ ഫൈറ്റോന്യൂട്രിയൻസാൽ റിച്ച് ആണ്. അടുത്തത് പറയുന്നത് ഉണക്കമുന്തിരിയാണ്. നമുക്കറിയാം കറുത്ത ഉണക്കമുന്തിരി എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടെണ്ണം ഉണ്ട്. ഒരു ചെറിയൊരു ബ്രൗൺ പോലത്തെ ഉണ്ട്, കറുപ്പും ഉണ്ട്. കറുപ്പാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അത് നിങ്ങൾ കുതിർത്തിട്ട് ആ കറുത്ത മുന്തിരിയും അതുപോലെ ഡേറ്റ്സും കൂടെ ചേർത്തിട്ട് കഴിക്കാനായിട്ട് കിട്ടുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഒരു 3 കറുത്ത മുന്തിരി എടുത്ത് കുതിർക്കാൻ ഇടുക. അതും വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സും കൂടെ അതിലിട്ട് കുതിർത്തിട്ട് അത് അടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് അത് കുടിക്കാവുന്നതാണ്. ജ്യൂസായിട്ടല്ല, കുറച്ച് കട്ടിയോടുകൂടി എന്താ നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിലാണ് കുടിക്കേണ്ടത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബെറീസ് ആണ്. ബെറീസ് നമ്മുടെ നാട്ടിൽ ഈ അടുത്താണ് കുറച്ച് നല്ല രീതിയിൽ ഉപയോഗം കണ്ടുവരുന്നത്. കാര്യം അതിൻ്റെ ആ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്നത്. സ്ട്രോബെറി, ബ്ലൂബെറി, ഇവയൊക്കെ ബെറി ഐറ്റംസ് എന്ന് പറയുന്നത് അതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ആയിക്കോട്ടെ, വൈറ്റമിൻസ്, ഇഷ്ടംപോലെ മിനറൽസ് ഒക്കെ റിച്ച് ആണ്. സോ ഇവ നിങ്ങൾ കിട്ടുമ്പോഴത്തേക്കും കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ആയിക്കോട്ടെ, നമ്മുടെ എനർജി ലെവലിന് വൈറ്റമിൻസ് സപ്ലൈ ചെയ്യാനും ഡിഫറെൻ്റ് ആയിട്ടുള്ള മിനറൽസ് ആയാലും സമ്പുഷ്ടമാണ്. സീസൺ ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, ഈസിലി ആയിട്ട് അവൈലബിൾ ആയിരിക്കും, റേറ്റും കുറവായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഭയങ്കര വലുതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. സോ എല്ലാവരും ഉപയോഗിക്കുക. താങ്ക്